മലയോര വികസന സ്വപ്നത്തിന് സാക്ഷാത്കാരം നൽകി വെള്ളരിക്കുണ്ട് കൊന്നക്കാട് റോഡിന് സംസ്ഥാന സർക്കാർ 11.5 കോടി രൂപ അനുവദിച്ചു. മലയോരത്തെ ജനങ്ങളുടെ നീണ്ട വർഷത്തെ ആവശ്യത്തിനാണ് ഇതോടെ അംഗീകാരം ലഭിച്ചത്. മൊത്തം 14 കിലോമീറ്റർ റോഡിനാണ് മെക്കോഡം ടാറിംഗ് നടത്തുന്നത്. 5.5 മീറ്ററാണ് റോഡിന്റെ വീതി. വെള്ളരിക്കുണ്ടിൽ നിന്ന് തുടങ്ങുന്ന റോഡ് പാത്തിക്കര, കുണ്ടൻചാൽ, മാലോം വഴി കൊന്നക്കാട് അവസാനിക്കും. റോഡിൽ വരുന്ന കയറ്റങ്ങളും വളവുകളും ഇല്ലാതാക്കിക്കൊണ്ടാണ് മെക്കാഡം ടാറിംഗ് നടത്തുന്നത്. മലയോരത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ കോട്ടഞ്ചേരി മലകളിലേക്ക് വിദേശികളെ ആകർഷിക്കുവാൻ ഈ റോഡ് വികസനം വഴി സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടക്കത്തിൽ ഈ റോഡിന്റെ വികസനത്തിന് 4,68,00,000 രൂപയാണ് അനുവദിച്ചിരുന്നത്. ബളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം, ജില്ലാ പഞ്ചായത്ത് അംഗം ഹരീഷ് പി നായർ, ലീഗ് നേതാവ് ACA ലത്തീഫ് എന്നിവരുടെ കാര്യക്ഷമമായ ഇടപെടലുകളാണ് മലയോരത്തെ മെക്കാഡം ടാറിങ്ങിന് അനുമതി നേടിക്കൊടുത്തത്. ഇവർ മുഖ്യമന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, ധനകാര്യമന്ത്രി എന്നിവരെ നേരിൽ കണ്ട് ആവശ്യം ഉന്നയിച്ചിരുന്നു. കേരളത്തിലെ പ്രമുഖ കരാർ സ്ഥാപനമായ കാസർകോട്ടെ ജാസ്മിൻ ഗ്രൂപ്പാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനോടകം തന്നെ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തു. വെള്ളരിക്കുണ്ട് മുതൽ കൊന്നക്കാട് വരെയുള്ള 14 കിലോമീറ്റർ ദൂരത്തിൽ 5.5 മീറ്റർ വീതിയിൽ ഈ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൻ്റെ ഭാരവാഹികളും അതോടൊപ്പം UDF നേതാക്കളും തിരുവനന്തപുരത്ത് ചെല്ലുകയും മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കാണുകയും ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുകയുണ്ടായി.